വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ ദിവസവും യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവ ഓർക്കണം. എന്നാൽ ഈ നാളുകളിൽ പലരും യേശുവിൻ്റെ ക്രൂശീകരണത്തെ കൂടുതൽ ഭക്തിപൂർവ്വം ഓർമ്മിക്കാൻ സമയമെടുക്കുന്നതിനാൽ യേശുവിൽ ആശ്രയിക്കുന്ന വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി യേശു ക്രൂശിൽ എന്താണ് ചെയ്തത് എന്ന് നമുക്കിന്ന് ധ്യാനിക്കാം. ക്രൂശിൽ യേശുക്രിസ്തു 10 കാര്യങ്ങളാണ് കൈമാറ്റം ചെയ്തത്. 1. നാം ക്ഷമിക്കപ്പെടേണ്ടതിന് യേശു ശിക്ഷിക്കപ്പെട്ടു. 2. നമുക്ക് സൗഖ്യം ലഭിക്കേണ്ടതിന് യേശു മുറിവേറ്റു. 3. യേശുവിൻ്റെ നീതിയാൽ നാം നീതിമാന്മാരാകേണ്ടതിന് നമ്മുടെ പാപത്താൽ യേശു പാപമാക്കപ്പെട്ടു. 4. യേശുവിൻ്റെ ജീവൻ നമുക്ക് ലഭിക്കേണ്ടതിന് യേശു നമ്മുടെ മരണം വഹിച്ചു. 5. നാം അനുഗ്രഹത്തിൽ പ്രവേശിക്കേണ്ടതിന് യേശു ശാപം ആക്കപ്പെട്ടു. 6. യേശുവിൻ്റെ സമൃദ്ധി നാം പങ്കുവയ്ക്കുവാൻ യേശു നമ്മുടെ ദാരിദ്ര്യം സഹിച്ചു. 7. യേശുവിൻ്റെ മഹത്വം നാം പങ്കിടേണ്ടതിന് യേശു നമ്മുടെ അപമാനം വഹിച്ചു. യേശുവിനെ പൂർണ്ണ നഗ്നനായിട്ടാണ് കുരിശിൽ തറച്ചത്. 8. പിതാവിൻ്റെ അടുക്കൽ നമുക്ക് യേശുവിൻ്റെ സ്വീകാര്യത ലഭിക്കുവാൻ നമ്മുടെ തിരസ്കരണം യേശു സഹിച്ചു. 9. നാം എന്നേക്കും ദൈവത്തോട് ചേരേണ്ടതിന് യേശു മരണത്താൽ ഛേദിക്കപ്പെട്ടു. 10. നമ്മിൽ പുതിയ മനുഷ്യൻ ജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനിൽ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത എല്ലാത്തിനെയും ഓർത്ത് ഒന്ന് നന്ദി പറയാമോ? വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ കൈമാറ്റങ്ങൾ വീണ്ടും ജനിച്ചവർക്ക്, തങ്ങളുടെ രക്ഷയ്ക്കായി യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ബാധകമാവൂ. നിങ്ങളുടെ ജീവിതം ഇതുവരെ യേശുവിന് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ ആ പ്രതിബദ്ധത ഒന്ന് ചെയ്യുമോ? യേശുവാണ് ഏകരക്ഷകൻ. അവനിൽ മാത്രമാണ് നിത്യജീവൻ. ബൈബിൾ അനുസരിച്ച് യേശു 3 പകലും 3 രാത്രിയും ഭൂമിയുടെ ഹൃദയത്തിൽ ആയിരുന്നപ്പോൾ യോനയുടെ അടയാളം എങ്ങനെയാണ് യേശു നിറവേറ്റിയത്? യേശു ക്രൂശിക്കപ്പെട്ടത് വാസ്തവത്തിൽ ബുധനാഴ്ചയാണോ? ഈ വിഷയം ആഴത്തിൽ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക.